അലക്സ്, ഈ മോൻതാ ചുഴലിക്കാറ്റ് അത് ആഞ്ഞടിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം അതെങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മോൻതയുടെ ഒരു പ്രഭാവം അതെങ്ങനെയായിരിക്കും കേരളത്തിലേക്ക് എത്തുക? പെയ്തു തുടങ്ങിയോ തിരുവനന്തപുരത്ത്, അലക്സ്? മഴയുണ്ട്. പ്രവിത ഹാഷ്മി, തിരുവനന്തപുരത്ത് മഴയുണ്ട്. അതായത് ഈ മോൻതാ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടത് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ഇന്ന് രാത്രിയോടുകൂടി ഇത് ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ സ്വാധീനം, ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും ഉണ്ടാകും. അതുമാത്രമല്ല, അറബിക്കടലിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സിസ്റ്റത്തിന്റെയും പ്രഭാവം കേരളത്തിലുണ്ടാകും. ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്ന് 7 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ മഴയുടെ തീവ്രത കൂടുകയാണെങ്കിൽ, മറ്റ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ മാറ്റം വരികയാണെങ്കിൽ 1 മണിക്ക് വരുന്ന അലേർട്ടിൽ ഈ ജില്ലകൾക്ക് നൽകുന്ന മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കാം. പക്ഷേ നിലവിലെ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതായത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള മലയോര ജില്ലകളിൽ ശക്തമായ ജാഗ്രത തുടരേണ്ടതുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്തിന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 65 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.